ഹായ് ഓൾ, സഹറാസ് ഫുഡ് ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെറും രണ്ട് ചേരുവ കൊണ്ട് മുട്ടയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ കണ്ണൂർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. വളരെ എല്ലാവർക്കും ചെറിയവർക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ചിക്കൻ കറി, നമ്മുടെ ബീഫ് കറി, അങ്ങനെ നല്ല എരിവുള്ള നല്ല കറികളൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് ഇതിന്. ബീഫും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ തലേദിവസം കുതിർത്തി വെച്ച 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിവിടെ തലേദിവസം കുതിർത്തി വെച്ചതാണ്. കഴുകി എടുത്ത് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇതിന് വെറും 2 ചേരുവ മാത്രമേ വേണ്ടൂ. നമ്മുടെ പച്ചരിയും പിന്നെ ദോശയൊക്കെ ചുടുന്ന പച്ചരിയും പിന്നെ ചോറ് മാത്രമാണ് വേണ്ടത്. ഇവിടെ ഞാൻ 2 കപ്പ് പച്ചരി എടുത്തതിന് അനുസരിച്ചിട്ട് 1.25 കപ്പ് ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. കുറുവ അരിയായാലും സാധാ ചോറായാലും സാരില്ല കേട്ടോ. അപ്പോൾ ഇതിന് 1.25 കപ്പ് ചോറാണ് കേട്ടോ. അതിന് ഈ ഒരു കണക്കിന് 2 കപ്പ് അരിക്ക് 1.25 കപ്പ് ചോറ് കണക്കാണ്. അപ്പോൾ 1.25 കപ്പ് വെള്ളവും കൂടിയാണ് ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ അപ്പം, ഈ വെള്ളയപ്പം എന്ന് പറയട്ടെ നമ്മൾ ഈ കണ്ണൂർ ഭാഗത്ത് ഇതിന്. അപ്പോൾ വെള്ളയപ്പം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല രീതിയിൽ പൊങ്ങി വരാനും ഒക്കെ സഹായിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് അതേ അളവിൽ തന്നെ എടുക്കണം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ടെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ദാ നമുക്കിന്ന് അരച്ചിട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ദാ ഈ ഒരു അളവിൽ വേണം നമ്മൾ അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ലൂസ് ആവാനും പാടില്ല, എങ്കിൽ നല്ലോണം ടൈറ്റ് ആവാനും പാടില്ല. ഈ ഒരു രീതിയിൽ 1.25 കപ്പ് വെള്ളം ഇതിന് കണക്കാണ് കേട്ടോ, അളവ് കണക്കാണ്. അപ്പോൾ ഞാൻ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്, ഞാനിപ്പം ചീനച്ചട്ടിയാണ് ഇപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ ഞാൻ അതിലേക്ക് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഓയിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു അപ്പം ചുട്ടെടുക്കേണ്ടത്. ഈ ഒരു അപ്പത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് നല്ല രീതിയിൽ ചൂടായി പോയാൽ ഈ അപ്പം വിണ്ട് കീറിയിട്ട് വരും. അപ്പോൾ ചോറിൻ്റെ അളവ് കൂടുതലായാലും വിണ്ട് കീറിയിട്ട് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ ഓയിൽ കൂടുതൽ ചൂടായി കൊടുത്താലും ഇതിൻ്റെ ആ ഒരു ഉൾഭാഗം മേൽഭാഗം ഒന്ന് വിണ്ട് കീറിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരില്ല, പൊങ്ങി വരുമ്പോൾ തന്നെ അതങ്ങ് കീറിയിട്ട് പോകും കേട്ടോ. അപ്പോൾ ആ ഒരു അളവ് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഈ ഓയിലിൻ്റെ ചൂടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്പ്പത്തിലാണെങ്കിൽ നല്ല രീതിയിൽ ചൂട് വേണം. അപ്പോൾ ഈ വെള്ളയപ്പം ആകുമ്പോൾ ചൂട് കുറവാണ് വേണ്ടത്. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ലൈവ് ഇട്ട ടൈമിൽ ചോദിച്ച ഒരു റെസിപ്പിയാണ് ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ഇടാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടത്. അപ്പോൾ നല്ലൊരു അടിപൊളി അപ്പമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 2 വശം ഇതുപോലെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരിയിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ അപ്പം ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ചുട്ട് കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചീനച്ചട്ടി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, പാനിൽ വേണമെങ്കിലും ആക്കിയിട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മുടെ അലൂമിനിയം ചട്ടി ആയാലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ തീൻ്റെ അളവൊന്ന് നോക്കിയാൽ മതി, അത് മാത്രമേ ഇതിന് കൂടുതലായിട്ട് നോക്കണ്ടോ. അങ്ങനെ ഓരോ തവി ഇതുപോലെ മാവ് നമ്മുടെ ആ ഒരു ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊങ്ങിയിട്ട് വരും കേട്ടോ. നല്ല രീതിയിൽ നല്ല പൊള്ളിച്ച് വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഇത് പണ്ടൊക്കെ പാർട്ടികളിലും ഒക്കെയുള്ള ഒരു അപ്പമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതിന് മുട്ട സുർക്ക എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ ഇതിന് മുട്ട കൂട്ടിയിട്ടും ചുടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മുട്ട സുർക്ക എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് മുട്ടയോ ഒന്നും തന്നെ ചേർക്കാത്ത ഉണ്ടാക്കിയൊരു അപ്പമാണ്. നല്ല എല്ലാവർക്കും, വലിയവർക്കും ചെറിയവർക്കും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ മത്തിക്കറി, നമ്മളെ എരിവുള്ള തലേത്ത ദിവസമുള്ള നമ്മുടെ കറിയില്ലേ, എരിവുള്ള മത്തിക്കറി, അയലക്കറി, അങ്ങനത്തെ നല്ല നല്ല കറി, ബീഫ്, ഏറ്റവും കൂടുതൽ ബീഫും ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. ആ ഒരു സോഫ്റ്റ്നെസ് ആണല്ലോ, നല്ല അടിപൊളിയാണ്. നല്ലതാ വെന്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല ആരൊക്കെ എടുത്തിട്ടുണ്ടാവുക, സോഡപ്പൊടിയും ഒന്നും തന്നെ ചേർക്കാതെ തന്നെ നല്ല ആരൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി. നമ്മുടെ പാർട്ടിയിൽ ഓയിലൊന്നും അങ്ങനെ കുടിക്കുകയോ അങ്ങനെ ആക്കിയോ ഒന്നും ചെയ്യില്ല കേട്ടോ. കാണുന്നില്ല ഇതിൻ്റെ സോഫ്റ്റ്നെസ്, നല്ല അടിപൊളിയാണ്.
അപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു അപ്പമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. 2 കപ്പ് നമ്മുടെ അരി വെച്ചിട്ട് ഇത്രയും അപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.